അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ ആദാബു ശർഇയ്യ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഉസൂലു ശർരി സലാസത്തുൻ, തിന്മകളുടെ അടിസ്ഥാനം മൂന്നെണ്ണമാണ്. എല്ലാ തിന്മകളും ഈ മൂന്ന് കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊന്ന് അൽ ഹിർസു, അത്യാഗ്രഹം. കൂടുതൽ കിട്ടണം, കൂടുതൽ ഉണ്ടാവണം എന്ന ചിന്ത. വൽ ഹസദു, അസൂയ. മറ്റുള്ളവർക്ക് കിട്ടിപ്പോകുമോ, മറ്റുള്ളവർ മികവുറ്റതാകുമോ എന്ന ഒരു ചിന്ത, അതുണ്ടാവാൻ പാടില്ല എന്ന ഒരു മനസ്സ്. മൂന്നാമത്തത് വൽ കിബറു, അഹങ്കാരം, അഹംഭാവം. ഞാൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണ് എന്ന ചിന്ത. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് എല്ലാവിധ ഫിത്നകളും എല്ലാവിധ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. ഈ മൂന്നെണ്ണമാണ് എല്ലാ തിന്മകൾക്കും കാരണം. ഉസൂൽ ശർരി സലാസത്തുൻ, മൂന്ന് കാര്യങ്ങളാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാനം. അൽ ഹിർസു വൽ ഹസദു വൽ കിബർ. ഒന്ന് അത്യാഗ്രഹമാണ്, മറ്റൊന്ന് അസൂയയാണ്, മറ്റൊന്ന് അഹങ്കാരമാണ്. ഫൽ കിബറു മനാ ഇബ്ലീസ മിനസ് സുജൂദി ലി ആദമ. കിബറാണ് അല്ലെങ്കിൽ അഹങ്കാരമാണ് ഇബ്ലീസിനെ ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയത്. ഇബ്ലീസ് ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ കാരണം ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ആദമിനെ നീ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, എന്നെ നീ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. തീയിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ വെറും കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യുകയോ? ഞാനാണ് ഒരുപാട് ഉയരത്തിലുള്ളത്, എനിക്ക് ഇങ്ങോട്ടാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന ചിന്തയാണ് ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനെ വിലക്കിയത്. ഞാനാണ് ഉയരത്തിൽ, ഞാനാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് ഇബ്ലീസിന് തോന്നുകയായിരുന്നു. അബിൽ ഹിർസി, അത്യാഗ്രഹമാണ് ഉഖ്രിജ ആദമു മിനൽ ജന്നത്തി. ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഹിർസാണ്, അത്യാഗ്രഹമാണ്. ആദം അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കഴിയുകയായിരുന്നു. എന്താഗ്രഹിച്ചാലും കിട്ടുന്ന സ്വർഗം. ആ സ്വർഗത്തിലായിരുന്നു ആദം അലൈഹി ഇസ്ലാമിനെ പാർപ്പിച്ചത്, ഹവ്വായിനെയും പാർപ്പിച്ചത്. പക്ഷേ ഇബ്ലീസ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട്, നിനക്ക് എന്നും ഈ സ്വർഗത്തിൽ കഴിയാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം, ഇതില്ലെങ്കിൽ നിന്നെ പുറത്താക്കാൻ സാധ്യതയുണ്ട്, എല്ലാ കാലവും സ്വർഗത്തിൽ നിൽക്കാൻ, മറ്റൊരു കാരണം കൊണ്ടും നിന്നെ ഇവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കില്ല, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഇബ്ലീസ് പിഴച്ചവനാണ് എന്നും തനിക്ക് സുജൂദ് ചെയ്യാതെ മാറി നിന്ന ആളാണ് എന്നൊക്കെ ആദം അലൈഹി ഇസ്ലാമിനറിയാം. പക്ഷേ ആ ആദമിനോടും ഹവ്വയോടും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവും, പിന്നെ തന്നെ ഇവിടുന്ന് പുറത്താക്കാനായിരിക്കും കഴിയില്ല എന്ന അത്യാഗ്രഹം, അത് ആദം അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിലക്കപ്പെട്ട കനി, ഒരിക്കലും പറിക്കരുത് എന്ന് പറഞ്ഞ കനി, വലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ. നിങ്ങൾ ഈ പഴം മാത്രം പറിക്കരുത്, അത് പറിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്താവും എന്ന് പറഞ്ഞ അതേ പഴം അത്യാഗ്രഹം കൊണ്ട് അവരോട് പറപ്പിച്ചു, അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. അപ്പം ആദം അലൈഹി ഇസ്ലാമിനോട്, ആദം അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം ഹിർസ് അഥവാ അത്യാഗ്രഹം എന്ന ദുർഗുണമായിരുന്നു. വൽ ഹസദു, അസൂയ എന്ന് പറയുന്നത് ഹമല ഇബ്ന ആദമ
അലാ ഖത്ലി അഖീഹി. ആദം അലൈഹി ഇസ്ലാമിൻ്റെ മകനെ പ്രേരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സഹോദരനെ വധിക്കാൻ. ആദം അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരൻ ഹാബേലും ഖാബേലും തമ്മിലുള്ള പോര്. ഹാബേൽ വളരെ നല്ല മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ ഖാബേൽ വധിക്കുകയായിരുന്നു. കാരണം അയാൾക്ക് ഹാബേലിന് കുറച്ചുകൂടി സൗകര്യം കിട്ടുന്നുണ്ടോ, കുറച്ചുകൂടി മെച്ചപ്പെട്ടത് ഹാബേലിന് കിട്ടുന്നുണ്ടോ? അത് കിട്ടാൻ പാടില്ല. എനിക്കാണ് കിട്ടേണ്ടത്. മെച്ചം കൂടുതൽ കിട്ടേണ്ടത് എനിക്കാണ്, അയാൾക്കല്ല. ആ കൂടുതൽ മികവ് ഹാബേൽ ഒരുക്കി വെച്ച മുഴുവൻ വസ്തുക്കളും ഒരു തീ വന്ന് കരിച്ചു പോവുകയാണ്. അഥവാ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അള്ളാഹു കൂടുതൽ തൃപ്തിപ്പെട്ടത് എന്നെയാണ്, അവനെയല്ല. അവന് മികവ് ലഭിക്കാൻ പാടില്ല. അങ്ങനെ ആ മികവ് കിട്ടിയെന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വന്തം സഹോദരനെ കൊല്ലുകയാണ് ഉണ്ടായത്. ഹാബേലിനെ ഖാബേൽ കൊല്ലുന്നു. അതിന് കാരണം അസൂയയാണ്. എന്നെക്കാൾ മികവ് അവന് ലഭിച്ചു പോകുമോ എന്ന വിചാരം. അപ്പം ഈ 3 കാര്യങ്ങളാണ്: അഹങ്കാരവും, ഹസദ്, അസൂയയും, കിബർ എന്ന അഹങ്കാരവും, ഹിർസ് എന്ന് പറയുന്ന അങ്ങേറ്റത്തെ അത്യാഗ്രഹവും, കിബർ എന്ന് പറയുന്ന അഹങ്കാരവും, ഈ 3മാണ് ഏറ്റവും വലിയ തിന്മ. അഥവാ തിന്മയിൽ വെച്ച് ഉസൂലു ശർ, തിന്മയുടെ മൂലകാരണം ഈ 3 കാര്യങ്ങളുമാണ് എന്ന് മഹാന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സഹായിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.